ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഴ്സസ് ലൂപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ആയ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവുമാണ്. എക്സാംസിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണിത്. നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസും ഈസിയായി കമ്പയർ ചെയ്ത് പഠിക്കാം. വീഡിയോയിൽ ടോപ്പിക് റിലേറ്റഡ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡും അതിന്റെ ഹോർമോൺസ് ഏതൊക്കെയാന്ന് നോക്കാം. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ആന്റീരിയർ നെക്കിൽ കാണുന്ന ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ്. ഇത് രണ്ട് ലോബ് ഉണ്ട്, റൈറ്റ് ലോബും ഉണ്ട്, ലെഫ്റ്റ് ലോബും ഉണ്ട്. ഇനി നമുക്ക് ഹോർമോൺസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഹോർമോൺ ആണ് ട്രൈ ഐഡോ തൈറോണിൻ അല്ലെങ്കിൽ T3 എന്ന് പറയും. ഇതിന്റെ ഫംഗ്ഷൻ ആണ് ഇൻഹിബിറ്റ്സ് TSH, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യിക്കുക, അതായത് കുറയ്ക്കുക. അതാണ് T3യുടെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഹോർമോൺ ആണ് T4 അല്ലെങ്കിൽ തൈറോക്സിൻ, അതായത് സ്റ്റിമുലേറ്റ് മെറ്റാബോളിക് റേറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഹോർമോൺ ആണ് T4. നെക്സ്റ്റ് ഹോർമോൺ ആണ് തൈറോകാൽസിറ്റോണിൻ. തൈറോകാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ ലോവേഴ്സ് ബ്ലഡ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ലെവൽ ആൻഡ് പ്രൊമോട്ട് ദ ബോൺ ഫോർമേഷൻ ബൈ ഇൻഹിബിറ്റ് ദ ബോൺ റീസോർപ്ഷൻ. അതായത് കാൽഷ്യത്തെ, ബ്ലഡിലുള്ള കാൽഷ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെ ലെവൽ കുറയ്ക്കുക, കൂടാണ്ട് ബോണിന്റെ ഫോർമേഷൻ പ്രൊമോട്ട് ചെയ്യുക. എങ്ങനെയാ പ്രൊമോട്ട് ചെയ്യുന്നത്? ബോൺ റീസോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്ത്, അതായത് ബോൺ റീസോർപ്ഷൻ കുറയ്ക്കുന്നു. ഈ ബോൺ റീസോർപ്ഷൻ എന്ന് പറഞ്ഞാല് ബോൺ ടിഷ്യൂസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കാൽഷ്യത്തെയും ഫോസ്ഫേറ്റിനെയും ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റീസോർപ്ഷൻ. അതായത് ബോൺ ടിഷ്യൂസ് ബ്രേക്ക് ഡൗൺ ആയി കാൽഷ്യം ഫോസ്ഫേറ്റും ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റീസോർപ്ഷൻ. ഈ റിലീസ് ഇത് ഇൻഹിബിറ്റ് ചെയ്യും, അതായത് കാൽഷ്യം ഫോസ്ഫേറ്റും ബോണിൽ നിന്ന് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്തിട്ട് ബോണിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് തൈറോകാൽസിറ്റോണിൻ. ഓക്കെ, നെക്സ്റ്റ് ഹോർമോൺ ആണ്, ഇത് തൈറോയ്ഡ് ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ അല്ല, ഇത് റിലീസ് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അതാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഇത് TSHന്റെ ഫംഗ്ഷൻ സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ്, അതായത് ഈ T3 T4 നെയൊക്കെ റിലീസ് ചെയ്യിപ്പിക്കാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് TSH. ഓക്കെ, നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഹൈപ്പോ തൈറോയിഡിസം എന്നും എന്താണ് ഹൈപ്പർ തൈറോയിഡിസം എന്നും. ഫസ്റ്റ് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്താന്ന് നോക്കാം. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോ സെക്രീഷൻ ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺ, അതായത് തൈറോയ്ഡ് ഹോർമോൺസിന്റെ സെക്രീഷൻസ് കുറവാകുന്നു, അതായത് സെക്രീഷൻസ് കുറയുന്നതിന് പറയുന്നതാണ് ഹൈപ്പോ സെക്രീഷൻ ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ ഓപ്പോസിറ്റ് ഹൈപ്പർ തൈറോയിഡിസം ആകുമ്പോൾ ഹൈപ്പർ സെക്രീഷൻ ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺ. ഓക്കെ, ഇനി ഹൈപ്പോ തൈറോയിഡിസത്തില് ഹോർമോൺസ് ലെവൽ എങ്ങനെയായിരിക്കും? ഹൈപ്പോ സെക്രീഷൻ, തൈറോയ്ഡ് ഹോർമോണിന്റെ ഹൈപ്പോ സെക്രീഷൻ ആണ്, അപ്പം T3യും T4ഉം കുറവായിരിക്കും. ഓക്കെ, ഇനി TSH ഇവിടെ ഹൈ ആണ്. എന്തുകൊണ്ടായിരിക്കും TSH ഹൈ ആവുന്നത്? അതായത് T3യുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? TSHനെ ഇൻഹിബിറ്റ് ചെയ്യുക, അതായത് TSHനെ കുറയ്ക്കുക, TSHന്റെ റിലീസ് കുറയ്ക്കുക എന്നതാണ് T3യുടെ ഫംഗ്ഷൻ. അപ്പം പക്ഷെ ഇവിടെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ T3 കുറവാണ്. T3 കുറയുമ്പം ഓട്ടോമാറ്റിക്കലി TSHന്റെ എമൗണ്ട് അളവ് കൂടും, അതാണ് ഹൈ TSH ആയിരിക്കും. എന്നാൽ T3 T4 ഇവിടെ ലോ ആയിരിക്കും. അപ്പം എന്തായിരിക്കും? ഇനി ഓപ്പോസിറ്റ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ എന്തായിരിക്കും? T3 T4ന്റെ എമൗണ്ട് കൂടുതലായിരിക്കും, T3 T4 ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ T3ന്റെ ലെവൽ കൂടുമ്പോഴത്തേനും ഒരുപാട് TSH ഇൻഹിബിറ്റ് ആവും, അപ്പം TSHന്റെ അളവ് ലോ ആവും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹൈപ്പോ മെറ്റാബോളിസം. ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഓർക്കുക ഹൈപ്പോ മെറ്റാബോളിസം ആണ്, അതായത് T4ന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെറ്റാബോളിസത്തെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക. പക്ഷെ T4 ഇവിടെ കുറവാണ്, അപ്പൊ എന്ത് പറ്റും? ഹൈപ്പോ മെറ്റാബോളിസം. ഇമ്പോർട്ടന്റ് ആണ്, ഇത് ജസ്റ്റ് ഇങ്ങനെ ഇത് ഓർത്ത് വെക്കുക. മെറ്റാബോളിസം കുറയുന്നു. ഹൈപ്പോ തൈറോയിഡിസത്തില് മെറ്റാബോളിസം കുറയുകയാണ്. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസിനെയൊക്കെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതിനെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഇവിടെ ഹൈപ്പോ മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എനർജി കൺവേർട്ട് ചെയ്യുന്നില്ല. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിലാണെങ്കിൽ ഹൈപ്പർ മെറ്റാബോളിസം, അവിടെ ഒരുപാട് മെറ്റാബോളിസം നടക്കുന്നു. ഇനി നോക്കാം എന്തൊക്കെയാണ് അടുത്ത സയൻസ് സിംറ്റംസ് നോക്കാം. ലെതർജി ഉണ്ടാവും, ഫറ്റീഗ് ഉണ്ടാവും. ഇവിടെ പേഴ്സണാലിറ്റി ചേഞ്ചസ് സച്ച് ആസ് ഇറിറ്റബിലിറ്റി, അജിറ്റേഷൻ ആൻഡ് മൂഡ് സ്വിങ്സ്.
ഓക്കെ. നെക്സ്റ്റ് വീക്ക്നെസ്, മസിൽ ഏക്ക്, പരസ്തീഷ്യ. ഇവിടെ എന്തുകൊണ്ടായിരിക്കും വീക്ക്നെസ് വരുന്നത്? മെറ്റബോളിസം കുറവാണ്, അതായത് ബോഡിയിലേക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള എനർജി കിട്ടുന്നില്ല, അപ്പം വീക്ക്നെസ് ഉണ്ടാവും. പിന്നെ മസിലേക്ക്, പരസ്തീഷ്യക്ക് ഉണ്ടാവും. അപ്പം ഹൈപ്പറിലാണെങ്കിൽ വീക്ക്നെസ് ഉണ്ടാവും. വീക്ക്നെസ് എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്നത്? മെറ്റബോളിസം ഭയങ്കര ഓവറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു, അതുമൂലം ബോഡിക്ക് വീക്ക്നെസ് ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് ഇനി ഹൈപ്പോ തൈറോയിഡിസത്തിൽ അടുത്ത സിംറ്റം ആണ് എലിവേറ്റഡ് ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ. ഇവിടെ എന്തുകൊണ്ടായിരിക്കും ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കൂടാൻ കാരണം? കാരണം ഇവിടെ ഹൈപ്പോ മെറ്റാബോളിസം, എല്ലാ സയൻസസിന്റെയും ഈ ഹൈപ്പോ മെറ്റാബോളിസം വെച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കുക. എലിവേറ്റഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കൂടാനുള്ള കാരണം മെറ്റാബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഫാറ്റ് ഒക്കെ ബ്ലഡ് വെസൽസിൽ അക്യുമുലേറ്റ് ആവുന്നു, കൂടുതൽ അക്യുമുലേറ്റ് ആവുന്നു, മെറ്റാബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത്. ഹൈപ്പർ തൈറോയിഡിസത്തിലാണെങ്കിൽ നെർവസ്നെസ് ഉണ്ടാവും, ട്രൂമേഴ്സ് ഓഫ് ദ ഹാൻഡ്സ് ഉണ്ടാവും. ഇനി ഹൈപ്പോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈൻ ആണ് ഇൻടോളറൻസ് ടു കോൾഡ്. അതായത് കോൾഡിനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? മെറ്റബോളിസം കുറവാണ്, ബോഡിയിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട്. ഓക്കെ. ഇനി ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ? ഇൻടോളറൻസ് ടു ഹീറ്റ്. എന്തുകൊണ്ടായിരിക്കും ഹീറ്റ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത്? ഇവിടെ എന്താ? ഹൈപ്പർ മെറ്റാബോളിസം ആണ്, അതായത് ഒരുപാട് എനർജി സ്റ്റിമുലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് ഹീറ്റിന്റെ പ്രൊഡക്ഷൻ ഒരുപാട് ഉണ്ടാകുന്നു. അപ്പോൾ ഓവറായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ നമുക്ക് ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് സിംറ്റം ആണ് വെയിറ്റ് ഗെയിൻ. ഇവിടെ എന്തുകൊണ്ടായിരിക്കും വെയിറ്റ് ഗെയിൻ വരുന്നത്? നമ്മുടെ എനർജി വേണ്ട രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല, അപ്പം നമ്മൾ വെയിറ്റ് ഗെയിൻ ആയിട്ട് ഉണ്ടാവുക. ഇവിടെ വെയിറ്റ് ലോസ് ഉണ്ടാകാൻ എന്താ? ഹൈപ്പർ മെറ്റാബോളിസം ആണ്. മെറ്റാബോളിസം ഒരുപാട് വന്ന് കൂടുതൽ എനർജി, ന്യൂട്രിയൻസ് ഒക്കെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, കൂടുതൽ എനർജി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പത്തേനും നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒന്നും അവിടെ ഉണ്ടാവത്തില്ല, അപ്പത്തേനും വെയിറ്റ് ലോസ് ഉണ്ടാവും. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഡ്രൈ സ്കിൻ ആൻഡ് ഹെയർ ആൻഡ് ലോസ് ഓഫ് ബോഡി ഹെയർ. അതായത് ഇവിടെ എല്ലാം നോക്കുക, ഹൈപ്പോതൈറോയിഡിസത്തിൽ മെറ്റാബോളിസം കുറയുന്നതുകൊണ്ട് നമ്മുടെ ബോഡി ഫങ്ഷൻസ് എല്ലാം കുറയുന്നു. എന്നാൽ ഹൈപ്പോതൈറോയിഡിസത്തിൽ മെറ്റാബോളിസം കൂടുതലായതുകൊണ്ട് ബോഡി ഫങ്ഷൻസ് ഒക്കെ കൂടുന്നു. എല്ലാ ബോഡിയിലെ എല്ലാ സിസ്റ്റവും ഹൈപ്പർ ആയിട്ട് ഒരുപാട് സിസ്റ്റത്തിനൊക്കെ വർക്ക് ലോഡ് കൂടുന്നു. അതുമൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ കാണുന്നത്. ഓക്കെ. ഹൈപ്പോതൈറോയിഡിസത്തിൽ ഡ്രൈ സ്കിൻ, ഹെയർ, ലോസ് ഓഫ് ബോഡി ഹെയർ, ഇതൊക്കെ മെറ്റാബോളിസം കുറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് എനർജി കിട്ടാത്തതുകൊണ്ടാണ് ഡ്രൈ സ്കിൻ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഹൈപ്പറിലാണെങ്കിൽ സ്മൂത്ത് സോഫ്റ്റ് സ്കിൻ ആൻഡ് ഹെയർ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് സൈൻ ആണ് ബ്രെഡികാർഡിയ. ബ്രെഡികാർഡിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് കുറയുന്നതാണ്, അതായത് എന്താ ബോഡിയുടെ ഫങ്ഷൻ കുറയുന്നു. മെറ്റാബോളിസം കുറയുമ്പോഴത്തേനും എനർജി കിട്ടാത്തതുകൊണ്ട് ബോഡിയുടെ ഫങ്ഷൻ കുറയും. എന്നാൽ ഹൈപ്പറിലാണെങ്കിൽ ടെക്കിക്കാർഡിയ, പാൽപിറ്റേഷൻ, കാർഡിയാക് ഡിസൈർമിയാസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ എന്തുകൊണ്ടായിരിക്കും ടെക്കിക്കാർഡിയ ഉണ്ടാകുന്നത്? ഹാർട്ടിന്റെ വർക്ക് ലോഡ് കൂടുകയാണ്, അതുകൊണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഹൈപ്പോയിലാണ് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മെറ്റാബോളിസം കുറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള എനർജി, ന്യൂട്രിയൻസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല, അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. എന്നാൽ ഹൈപ്പറിലാണെങ്കിൽ ഡയേറിയ ആയിരിക്കും ഉണ്ടാകുന്നത്, അവിടെ ഒരുപാട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഡയേറിയ ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈൻ ആണ് പഫ്നെസ് ആൻഡ് എഡിമ അറൌണ്ട് ദ ഐസ് ആൻഡ് ഫേസ്. അതിന് പറയുന്ന പേരാണ് മിക്സ് എഡിമ. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഉണ്ടായ ഒരു ഇമ്പോർട്ടന്റ് സൈൻ ആണ് പ്രൊട്രൂട്ടിംഗ് ഐബോൾസ്, അല്ലെങ്കിൽ എക്സോതാൽമോസ് എന്ന് പറയും. എക്സോതാൽമോസ് എന്ന് പറഞ്ഞാൽ ബൾജിങ് ഓഫ് ഐബോൾസ്. ഐബോൾസ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതിന് പറയുന്ന പേരാണ് എക്സോതാൽമോസ്. ഓക്കെ. നെക്സ്റ്റ് ഹൈപ്പറിലുള്ള സയൻസ് സിംറ്റംസിൽ വരുന്നതാണ് ഫോർഗെറ്റ്ഫുൾനെസ് ആൻഡ് ലോസ് ഓഫ് മെമ്മറി. അതായത് എന്താ ബ്രെയിനിലേക്കൊന്നും പ്രോപ്പർ ആയിട്ടുള്ള എനർജി എത്താത്തതുകൊണ്ട് ലോസ് ഓഫ് മെമ്മറി ഉണ്ടാവും. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഡയഫോറസിസ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഉണ്ടാവുന്നു. പിന്നെ ഹൈപ്പോയിലും ഹൈപ്പറിലും ഉണ്ടാകുന്ന സിംറ്റം ആണ് മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ്. ഹൈപ്പോയിലാകുമ്പോൾ മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോഴത്തേനും LH-ഉം FSH-ന്റെ സ്റ്റിമുലേഷൻ കുറയും. LH, FSH പീരീഡ്സ് റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്, അതിന്റെ സ്റ്റിമുലേഷൻ കുറയും, അപ്പത്തേനും ഇറഗുലർ പീരീഡ്സ് ഉണ്ടാവും. ഫസ്റ്റ് വൺ ആണ് മെനോറേജിയ. മെനോറേജിയ എന്ന് പറഞ്ഞാൽ ഹെവി പീരീഡ്സ് ആണ്. നെക്സ്റ്റ് ഒളിഗോമെനോറിയ. ഒളിഗോമെനോറിയ എന്ന് പറഞ്ഞാൽ ഇൻഫ്രീക്വന്റ് പീരീഡ് ആണ്, ഇടയ്ക്കിടയ്ക്കാണ് പീരീഡ്സ് ഉണ്ടാകുന്നത്, അതായത് കണ്ടിന്യൂസ് പീരീഡ്സ് അല്ല, പ്രോപ്പർ ആയിട്ട് ഫ്ലോ ഒന്നും ഉണ്ടാവത്തില്ല. അമിനോറിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ ആണ് അമിനോറിയ.
അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസിൽ ഉണ്ടാകുന്ന മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് ആണ്. ഈ ഹൈപ്പർ തൈറോയിഡിസിൽ മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ കാരണം തൈറോയ്ഡ് ഹോർമോൺസ് കൂടുമ്പോൾ അത് ഈ ഫ്രീ ഈസ്ട്രജനെ കുറയ്ക്കുന്നു, ഈസ്ട്രജന്റെ അളവ് കുറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, ഹൈപ്പർ തൈറോയിഡിസിൽ എന്തൊക്കെ മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹൈപ്പർമെനോറിയ. ഹൈപ്പർമെനോറിയ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പീരീഡ് ആയിരിക്കും. പിന്നീട് ഒളിഗോമെനോറിയ, അതായത് ഇൻഫ്രീക്വന്റ് പീരീഡ്സ് ആയിരിക്കും. അമെനോറിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് പീരീഡ്സ് ആയിരിക്കും. ഇതൊക്കെയായിരിക്കും മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിൽ നമുക്ക് ഗോയിറ്റർ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ കേട്ടിട്ടില്ലേ? അതായത് എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റിന് പറയുന്ന പേരാണ് ഗോയിറ്റർ. ഇത് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണും. നമ്മുടെ എന്താ തൈറോയ്ഡ് ഗ്ലാൻഡ് ഭയങ്കര വലുതായിട്ട് ഇരിക്കും, ഭയങ്കര എൻലാർജ്മെന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാനേജ്മെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം രണ്ടിന്റെയും. ഹൈപ്പർ തൈറോയിഡിസത്തിൽ തൈറോയ്ഡ് റീപ്ലേസ്മെന്റ് ആണ് ചെയ്യുന്നത്, അതായത് ലിവോതൈറോക്സിൻ ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ ലോ കലോറി ലോ കൊളസ്ട്രോൾ ഡയറ്റ് കൊടുക്കും. ഇവിടെ ഹൈപ്പോ മെറ്റാബോളിസം ആണ്, അതുകൊണ്ട് കൊളസ്ട്രോളിന്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ലോ കൊളസ്ട്രോളും ലോ കലോറി മെറ്റാബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കാത്തതുകൊണ്ട് ലോ കലോറി ഡയറ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ പ്രൊവൈഡ് വാം എൻവയോൺമെന്റ്, അതായത് പേഷ്യന്റ് ഓൾറെഡി ഇൻടോളറൻസ് ടു കോൾഡ് ആണ്, കോൾഡിനെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വാം ആയിട്ടുള്ള ചൂടായിട്ടുള്ള ഒരു പ്രോപ്പർ റൂമോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആണ് അവർക്ക് കൊടുക്കുക. Next, avoid sedative and opioids because these medications may precipitate myxedema coma. myxedema coma എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. അതായത് റെയർ ആണ്, ബട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ്. അതായത് പെർസിസ്റ്റന്റ് ആയിട്ട് ലോ തൈറോയ്ഡ് പ്രൊഡക്ഷൻ ആണെങ്കിൽ കുറെ നാൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം ട്രീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് പ്രൊലോങ്ഡ് ആയിട്ട് ഇങ്ങനെ ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ അത് മിക്സഡിമ കോമയിലേക്ക് നയിക്കും. സീരിയസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് മിക്സഡിമ കോമ. അതുപോലെ തന്നെ സെഡേറ്റീവ്സും ഓപ്പിയോയിഡ്സും നമ്മൾ അവോയ്ഡ് ചെയ്യണം, കാരണം അത് മിക്സഡിമ കോമയിലേക്ക് ലീഡ് ചെയ്യും. ഈ കോംപ്ലിക്കേഷൻസ് രണ്ടിന്റെയും ഹൈപ്പറിന്റെയും ഹൈപ്പോന്റെയും കോംപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇതിപ്പം ജസ്റ്റ് ഓർക്കാം, മിക്സഡിമ കോമയാണ് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കോംപ്ലിക്കേഷൻ. നെക്സ്റ്റ്, ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ മാനേജ്മെന്റ് ആക്കുക. ഇവിടെ പ്രൊവൈഡ് കൂൾ ആൻഡ് ക്വയറ്റ് എൻവയോൺമെന്റ് കൊടുക്കുക. എന്തുകൊണ്ടാണ് കൂള് കൊടുക്കുന്നത്? എന്താ ഇൻടോളറൻസ് ടു ഹീറ്റ് ആണ്, ഹീറ്റിനെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൂൾ ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ള ഒരു റൂമോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആയിരിക്കും കൊടുക്കുക. നെക്സ്റ്റ്, ഹൈ കലോറി ഡയറ്റ്. സെയിം എന്താ മെറ്റാബോളിസം കൂടുമ്പോഴത്തേനും എനർജി കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യും, അപ്പോഴത്തേനും ഹൈ കലോറി ഉള്ള ഡയറ്റ് വേണം കൊടുക്കാൻ. നെക്സ്റ്റ്, മെഡിക്കേഷൻ. ഇവിടെ കൊടുക്കുന്ന ആന്റി തൈറോയ്ഡ് മെഡിക്കേഷൻ ആണ്. എക്സാമ്പിൾ ആണ് മെതിമസോൾ അല്ലെങ്കിൽ പ്രൊപ്പൈൽ തയോയുറാസിലാണ്. ഈ മെഡിക്കേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്, ആന്റി തൈറോയ്ഡ് മെഡിക്കേഷൻ. എന്നാൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ തൈറോയ്ഡ് റീപ്ലേസ്മെന്റ് ലിവോതൈറോക്സിൻ ആണ് കൊടുക്കുന്നത്. ഇവിടെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ മെതിമസോൾ അല്ലെങ്കിൽ പ്രൊപ്പൈൽ തയോയുറാസിൽ ആണ് കൊടുക്കുക. പിന്നെ അഡ്മിനിസ്റ്റർ അയഡിൻ പ്രിപ്പറേഷൻ ദാറ്റ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. അയഡിൻ പ്രിപ്പറേഷൻ കൊടുക്കും. ഇത് തൈറോയ്ഡ് ഹോർമോണിന്റെ റിലീസിനെ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് അയഡിൻ പ്രിപ്പറേഷൻ. അയഡിൻ നമ്മൾ ഈ കേട്ടിട്ടുണ്ട്, ഗോയിറ്റർ ഒക്കെ ഉള്ളപ്പം എന്താ അയഡിൻ ഉള്ള ഉപ്പ് കഴിക്കണം എന്നൊക്കെ കേട്ടില്ല. അത് ഈ തൈറോയ്ഡ് റിലീസ് ഹോർമോണിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ അയഡിൻ പ്രിപ്പറേഷൻസ് നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ്, റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി. ഇവിടെയും സെയിം യൂസ് തന്നെയാണ്, തൈറോയ്ഡ് ഹോർമോണിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യിക്കുക. അതിനുവേണ്ടിയാണ് റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി കൊടുക്കുക. നെക്സ്റ്റ്, എലിവേറ്റ് ഹെഡ് ഓഫ് ദ ബെഡ് ഇഫ് എക്സ്പീരിയൻസിങ് എക്സോഫ്താൽമോസ്. അതായത് എക്സോഫ്താൽമോസ് എന്ന് പറഞ്ഞാൽ ബൾജിങ് ഓഫ് ദ ഐബോൾസ് ആണ്. ഐബോൾസ് ബൾജിങ് ഉണ്ടെങ്കിൽ ഹെഡ് എലിവേറ്റ് ചെയ്ത് വെപ്പിക്കുക. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുക. അതുപോലെ ഡാർക്ക് ഗ്ലാസ്സസ് യൂസ് ചെയ്യാൻ പറയും. എന്തുകൊണ്ടായിരിക്കും? ഈ എക്സോതാൽമോസ് ഉണ്ടപ്പം എന്താ ഡ്രൈനെസ് കൂടുതലായിരിക്കും, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലിങ്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൂബ്രിക്കേഷൻ നടക്കുന്നത്. ഇവിടെ അവർക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല, അപ്പം ഡ്രൈനെസ് കൂടും, അപ്പം അത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ഗ്ലാസ് യൂസ് ചെയ്യാൻ പറയും, അതും ഡ്രൈനെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ആണ് ടേപ്പ് ഐലിഡ്സ് ടു ക്ലോസ് അറ്റ് നൈറ്റ്. ഇത് നൈറ്റിൽ ഐലിഡ്സ് ചിലപ്പം ഇങ്ങനെ തുറന്നായിരിക്കും, ബൾജിങ് ഉള്ളതുകൊണ്ട്. അപ്പൊ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ടേപ്പ് വെച്ച് ഐലിഡ്സ് ഒട്ടിക്കാൻ വേണ്ടി പറയും. അതും സെയിം റീസൺ തന്നെയാണ്, ഡ്രൈനെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് സർജിക്കൽ മാനേജ്മെന്റ് ആണ്.
സബ് ടോട്ടൽ അല്ലെങ്കിൽ ടോട്ടൽ തൈറോയിഡക്ടമി. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് ഒന്നെങ്കിൽ സബ് ടോട്ടൽ ആയിട്ട് ഒരു പാർഷ്യൽ എന്ന് പറയും, നമുക്ക് ഒന്നെങ്കിൽ ഫുൾ ആയിട്ട് കളയും അല്ലെങ്കിൽ ഹാഫ് ആയിട്ട് കളയും. അതിന് പറയുന്ന പേരാണ് തൈറോയിഡക്ടമി, റിമൂവൽ ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി. ഓക്കെ, ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് തൈറോയ്ഡ് സ്റ്റോം. തൈറോയ്ഡ് സ്റ്റോം എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആണ്, ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ. അതായത് ക്ലയന്റിന് അൺകൺട്രോളബിൾ ഹൈപ്പർ തൈറോയിഡിസം, അതായത് ഒരുപാട് ഹൈപ്പർ തൈറോയിഡിസം അൺകൺട്രോളബിൾ ആണെങ്കിൽ വരാൻ പോകുന്ന ഒരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് തൈറോയ്ഡ് സ്റ്റോം. അതായത് തൈറോയ്ഡ് സ്റ്റോം, അതായത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മെറ്റാബോളിസം വന്ന് എല്ലാ ഓർഗൻസിനെയും അഫക്ട് ചെയ്യും. അതിന് പറയുന്ന പേരാണ് തൈറോയ്ഡ് സ്റ്റോം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തൈറോയ്ഡ് സ്റ്റോമിന്റെയും മിക്സെഡിമ കൊമൈന്റെയും ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെയാണ് മാനേജ്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, എ നേഴ്സ് ഈസ് ടീച്ചിങ് എ പേഷ്യന്റ് ന്യൂലി സ്റ്റാർട്ടഡ് ഓൺ ലിവോതൈറോക്സിൻ, ഓക്കെ, ഫോർ ഹൈപ്പോതൈറോയിഡിസം. വിച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് കറക്റ്റ്? അതായത് ലിവോതൈറോക്സിൻ എടുക്കുകയാണ് ഹൈപ്പോതൈറോയിഡിസത്തിന് വേണ്ടി. അപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത മെഡിസിൻ ആണ്. അപ്പൊ എന്ത് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും നേഴ്സ് കൊടുക്കുക എന്ന്? ഓക്കെ, ഫസ്റ്റ് വൺ, ടേക്ക് ദ മെഡിക്കേഷൻ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ടു അവോയ്ഡ് GI അപ്സെറ്റ്. ഓക്കെ, നമ്മുടെ ലിവോതൈറോക്സിൻ നമ്മൾ മോർണിംഗിൽ കഴിക്കുന്നതാണ്. എംറ്റി സ്റ്റൊമക്കിൽ, ഏർലി മോർണിംഗിൽ എംറ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്ന ഒരു മെഡിസിൻ ആണ് ലിവോതൈറോക്സിൻ. നമ്മൾ ഒരിക്കലും ഫുഡിലൂടെ കഴിക്കാൻ പാടില്ല, കാരണം അബ്സോർപ്ഷൻ പറയും. പ്രോപ്പർ ആയിട്ടുള്ള അബ്സോർപ്ഷന് വേണ്ടിയാണ് ലിവോതൈറോക്സിൻ എംറ്റി സ്റ്റൊമക്കിൽ മോർണിംഗിൽ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ ഓപ്ഷനും റോങ് ആണ്, നമ്മൾ ഒരിക്കലും ഫുഡിലൂടെ കഴിക്കാൻ പാടില്ല. രണ്ട്, ടേക്ക് ഇറ്റ് അറ്റ് ബെഡ് ടൈം ഫോർ ബെറ്റർ അബ്സോർപ്ഷനോ? ബെറ്റർ അബ്സോർപ്ഷന് നമ്മൾ എപ്പോഴും ഏർലി മോർണിംഗിലാണ് കഴിക്കുക. ഓക്കെ, ഓപ്ഷൻ സി, ടേക്ക് ഇറ്റ് ഇൻ ദ മോർണിംഗ് ഓൺ ആൻ എംറ്റി സ്റ്റൊമക്ക്. ഓക്കെ, അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി എംറ്റി സ്റ്റൊമക്കിൽ മോർണിംഗിൽ എടുക്കുക. ഫോർത്ത് വൺ, സ്കിപ്പ് ദ ഡോസ് ഇഫ് യു ഫീൽ പാൽപിറ്റേഷനോ? ഒരിക്കലും മെഡിസിൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ മെഡിസിൻ സ്കിപ്പ് ചെയ്താൽ ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം അത് കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ മിക്സെഡിമ കോമയിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും മെഡിക്കേഷൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലിക്കേഷൻസ് മേ അറൈസ് ഇൻ പ്രൊലോങ്ഡ് അൺട്രീറ്റഡ് ഹൈപ്പർതൈറോയിഡിസം? ഹൈപ്പർതൈറോയിഡിസം പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്ത് കോംപ്ലിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഹൈപ്പോതൈറോയിഡിസം ആണ്, അപ്പോൾ എല്ലാം ഹൈപ്പോ മെറ്റാബോളിസം ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ, ഹൈപ്പർ ഗ്ലൈസീമിയ, ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. ഓക്കെ, ആ ഓപ്ഷൻ റോങ് ആണ്. നെക്സ്റ്റ്, തൈറോയ്ഡ് സ്റ്റോം. തൈറോയ്ഡ് സ്റ്റോം ഉണ്ടാകുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ്, അപ്പൊ ഇത് റോങ് ആണ്. നെക്സ്റ്റ്, ഹൈപ്പർ കൊളസ്ട്രോലോമിയ, ഇത് കൊളസ്ട്രോളിന്റെ ലെവൽ കൂടുന്നു. അതായത് കൊളസ്ട്രോളിന്റെ ലെവൽ എന്തുകൊണ്ടാണ് ഇവിടെ കൂടാൻ കാരണം? ഹൈപ്പോതൈറോയിഡിസത്തിൽ മെറ്റാബോളിസം കുറയുമ്പോഴത്തേനും പ്രോപ്പർ ആയിട്ട് കൊളസ്ട്രോളിന്റെ എന്താ മെറ്റാബോളിസം നടക്കുന്നില്ല. അപ്പം ബോഡിയിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു കോംപ്ലിക്കേഷൻ ആവാം. നെക്സ്റ്റ്, എക്സോഫ്താൽമോസ്. എക്സോഫ്താൽമോസ് പറഞ്ഞാൽ പ്രൊട്രൂഡിങ് ഓഫ് ദ ഐബോൾസ് ആണ്. ഇത് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു സൈൻ ആണ്. അപ്പം ഇതും റോങ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ സി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പേഷ്യന്റ് വിത്ത് ഹൈപ്പർതൈറോയിഡിസം ഈസ് സ്റ്റാർട്ടഡ് ഓൺ ആൻ ആന്റി തൈറോയ്ഡ് ഡ്രഗ്. The nurse should instruct the patient to report which of the following immediately to the prescriber. അതായത് പേഷ്യന്റ് ഹൈപ്പർതൈറോയിഡിസം ഉള്ള പേഷ്യന്റ് ആന്റി തൈറോയ്ഡ് ഡ്രഗ് എടുക്കുന്നുണ്ട്. ഈ താഴെ തന്നിരിക്കുന്നത് ഏത് സിംറ്റം ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ ഇൻഫോം ചെയ്യേണ്ടതെന്നാണ് നേഴ്സ് പേഷ്യന്റ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ആന്റി തൈറോയ്ഡ് ഡ്രഗിന്റെ സൈഡ് ഇഫക്റ്റ് ആണ് അഗ്രാനുലോസൈറ്റോസിസ്. ഈ അഗ്രാനുലോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ് WBCന്റെ ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ്. WBCന്റെ ടൈപ്പ് ആണ്. WBC എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സെല്ലാണ് WBC. ഇതിൽ ഗ്രാനുലോസൈറ്റ് WBCന്റെ ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ്. അപ്പം ആന്റി തൈറോയ്ഡ് ഡ്രഗ് എടുക്കുന്ന പേഷ്യൻസിന് അഗ്രാനുലോസൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ബോഡിയിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അതിന്റെ സൈഡ് ഇഫക്റ്റ്. ഓക്കെ, നമുക്ക് ഇതിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ഏത് സിംറ്റം ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മൈൽഡ് ട്രെമർ അല്ല. വെയിറ്റ് ഗെയിൻ നോ. ഇനി സോർ ത്രോട്ട് ആൻഡ് ഫീവർ, അത് ഓക്കെയാണ്, ഇൻഫെക്ഷന്റെ സൈൻ ആണ് ഫീവർ, സോർ ത്രോട്ട്. പിന്നെ ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് നോ.
അപ്പം ഇവിടെ എന്താന്ന് വെച്ചാൽ സോർ ത്രോട്ടും ഫീവർ വരുവാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പേഷ്യന്റിന് അഗ്രാൻഡോസൈറ്റോസിസ് ഉണ്ടെന്നാണ്. അതായത് ആന്റി തൈറോയ്ഡ് മെഡിസിൻ എടുത്തപ്പോഴത്തേന് അഗ്രാൻഡോസൈറ്റോസിസ് ഗ്രാൻഡോസൈറ്റ് കുറവാണ്. അപ്പം പേഷ്യന്റ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഫീവർ സോർ ത്രോട്ട് വന്നപ്പോഴത്തേനും അവന് ആന്റി തൈറോയ്ഡ് ഡ്രഗിന്റെ കോംപ്ലിക്കേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് പെട്ടെന്ന് തന്നെ ഡോക്ടറെ ഇൻഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്രയാണ് ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർതൈറോയിഡിസവും. നിങ്ങൾ ഈ രണ്ട് കണ്ടീഷൻസും കമ്പയർ ചെയ്ത് പഠിക്കുക, അപ്പോഴായിരിക്കും കുറച്ചും കൂടെ ഈസി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി കൂടുതൽ എക്സാം വീഡിയോസിനും ടിപ്സിനും വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.